Good morning, all of you. Welcome to SAS Academy. I am Sajna Shias. ഇന്ന് ഞാൻ CBSE 8th third chapter കിടക്കുന്നത്. Chapter name बस की यात्रा means बस यात्रा. Okay. बस की यात्रा नामक यह पाठ एक यात्रा वृत्तांत है जो व्यंग्यात्मक शैली में लिखा गया है. ഓക്കെ, ഈ ബസ് കി യാത്ര എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഒരു യാത്രാ വൃത്താന്താണ്. യാത്രാ വൃത്താന്തം എന്ന് പറയുന്നത് യാത്രാ വിവരണം. ഹരിശങ്കർ പ്രസാദ്ജി എഴുതിയ ഒരു യാത്രാ വിവരണമാണ് ഈ ബസ് കി യാത്ര എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ചാപ്റ്റർ. ഇത് വ്യംഗ്യാത്മക ശൈലിയിൽ എഴുതപ്പെട്ട ഒരു യാത്രാ വൃത്താന്തമാണ്. അതായത് ആക്ഷേപഹാസ്യ ശൈലിയിൽ എഴുതിയ ഒരു യാത്രാ വൃത്താന്തമാണ് ബസ് കി യാത്ര എന്ന ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ പറയണേ, ഒരു ആക്ഷേപഹാസ്യ രൂപേണ ആകുമ്പോഴത്തേക്കും കുറെ കോമഡീസും നമ്മൾക്ക് കേൾക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ ബസ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ ബസ്സിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. വളരെ പൊട്ടിപ്പൊളിഞ്ഞ്, ചില്ലൊക്കെ പൊട്ടിയിട്ട്, ഗ്ലാസ് ഒക്കെ പൊട്ടി, ആകെ പൊളിഞ്ഞ് വല്ലാതെ പഴയ ഒരു വല്ലാത്തൊരവസ്ഥയിൽ, തീരെ മോശപ്പെട്ട അവസ്ഥയിലുള്ള ഒരു ബസ് അല്ലേ. ഈ ബസ്സാണ് ഈ ചാപ്റ്ററിലുടനീളം നിലനിന്ന് പോകുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബസ്സിനെ ആസ്പദമാക്കിയിട്ട് ഈ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ലേഖകനും ലേഖകന്റെ കൂട്ടുകാർക്കും അനുഭവപ്പെടുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളും അവരുടെ അനുഭവങ്ങളും ഒക്കെയാണ് ഈ യാത്രാ എക്സ്പ്ലനേഷനിലൂടെ, ഈ യാത്രാ വിവരണത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. हम 5 मित्रों ने तय किया कि शाम 4 बजे की बस से चले. ഞങ്ങൾ 5 മിത്രങ്ങളും കൂടി ഉറപ്പിച്ചു, തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചത്? ഷാം 4 ബജേക്ക് ബസ് സേ ചലെ, 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്കുള്ള ബസ്സിൽ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എത്ര മിത്രങ്ങളാണുള്ളത്? 5 മിത്രങ്ങളും കൂടിയാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. പന്ന സെ ഇസി കമ്പനി की बस सतना के लिए खंडे भर बाद मिलती है जो जबलपुर की ട്രെയിൻ മിലാ ദേത്തി ഹെ. പന്നയിൽ നിന്നും കമ്പനിയുടെ ബസ് തന്നെ സത്നയിലേക്ക് ഖണ്ഡേ ഫർ ബാത് മിൽത്തെ ഹെ, മണിക്കൂറിന് ശേഷമാണ് കിട്ടുന്നത്. ആ ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജോ ജബൽപൂർ കി ട്രെയിൻ മിലാ ദേത്തി ഹെ, ആ ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജബൽപൂരിലേക്ക് പോകുന്ന ട്രെയിൻ പിടിക്കാൻ സാധിക്കും. സുബഹ ഘർ പहुंचाएगी, ജബൽപൂരിലെ ട്രെയിനിൽ കയറാൻ സാധിച്ചാൽ രാവിലെ എവിടെ എത്തിച്ചേരാം? വീട്ടിലേക്ക് എത്തിച്ചേരാം. ഹമ്മേ സെ ദോ കോ സുബഹ കാം പർ ഹാസിർ ഹോനാ ഥാ. ഹാസിർ ഹോനാ എന്ന് പറഞ്ഞാൽ ഹാജരാകുക കേട്ടോ. ഹമ്മേ സെ ദോ കോ, ഞങ്ങളിൽ 2 പേർക്ക് നാളെ രാവിലെ ജോലിക്ക് ഹാജരാകേണ്ടതായിട്ടുണ്ട്. ഇസിലിയെ, അതുകൊണ്ട് തന്നെ വാപ്പസിക്ക യഹി റാസ്ത അപ്നാന സരൂരി ഥാ, അതുകൊണ്ട് തന്നെ വാപ്പസിക്ക, തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഈ വഴി തന്നെ ഞങ്ങൾക്ക് അപ്നാന, ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ജരൂരി, അത്യാവശ്യമായിരുന്നു. ലോഗോനെ സലാഹി കി സമജ്ദാർ ആദ്മി ഇസ് ഷാം വാലി ബസ് സെ സഫർ നഹീ കർത്തെ. ലോഗോനെ സലാഹ്, ഉപദേശം, ആൾക്കാരെല്ലാം അവരെ ഉപദേശിച്ചു. എന്തെന്നാ ഉപദേശിച്ചത്? സമജ്ദാർ ആദ്മി ഇസ് ഷാം വാലി ബസ് സെ സഫർ, യാത്ര ചെയ്യുക, സഫർ യാത്ര. ഓക്കെ, നഹീ കർത്തെ, സമജ്ദാരി ആദ്മി, ബോധമുള്ള മനുഷ്യര്, വിവരമുള്ള മനുഷ്യര് ഒരിക്കലും ഈ വൈകുന്നേരം പോകുന്ന ഈ ബസ്സിൽ ഒരിക്കലും യാത്ര ചെയ്യില്ല എന്ന് പല ആൾക്കാരും അവരെ ഉപദേശിച്ചു. ക്യാ രാസ്തേ മേ ഠാക്കു ഹെ, അങ്ങനെ പറഞ്ഞവരടുത്ത് ഇവർ ചോദിച്ചു, ക്യാ രാസ്തേ മേ ഠാക്കു ഹെ, രാസ്തേ, വഴിയിൽ എന്താ ഠാക്കു, കൊള്ളക്കാരുണ്ടോ? നഹി ബസ് ഠാക്കിൻ ഹെ. അപ്പൊ അവരെന്താ മറുപടി കൊടുത്തത്? ആൾക്കാരെന്താ മറുപടി കൊടുത്തത്? ജനങ്ങൾ എന്താ മറുപടി കൊടുത്തത്? നഹി, അല്ല, ബസ്, വഴിയിലൊന്നും കൊള്ളക്കാരുണ്ടെന്നല്ല, ബസ് ഠാക്കിൻ ഹെ, ബസ്സാണ് അവിടെ കൊള്ളക്കാരി എന്ന് പറഞ്ഞു. ബസ് കോ ദേഖാ തോ ശ്രദ്ധ ഉമർ പടി, ബസ് കോ ദേഖ, അങ്ങനെ ബസ്സിനെ കണ്ടു. അപ്പൊ എന്താ ഭാവം? ശ്രദ്ധ ഉമർ പടി, ഒരു ഭക്തി ഭാവനയാണ് ബസ്സിനെ കണ്ടപ്പോൾ തോന്നിയത്. ഒരു ഭക്തി അവരുടെ മനസ്സിൽ ഉളവെടുത്തു. ഖൂബ് വയോവൃദ്ധതി, വയോവൃദ്ധ എന്ന് പറഞ്ഞാൽ വയസ്സായ, വൃദ്ധാവസ്ഥ. ഓക്കെ, ഖൂബ് വയോവൃദ്ധതി, വളരെ വൃദ്ധാവസ്ഥയിലുള്ള ഒരു ബസ്. സദിയോക്കെ അനുഭവക്കെ നിശാൻ ലിയേ ഹുയേ ഥി, സദിയോം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ, അനുഭവ്, നിഷാൻ എന്ന് പറഞ്ഞാൽ അടയാളം. ഓക്കെ, സദിയോക്കെ നിഷാൻ ലിയേ ഹുയേ ഥി, അനുഭവോക്കെ നിഷാൻ ലിയേ ഹുയേ ഥി, അല്ലെ, നൂറ്റാണ്ടുകളോളം അനുഭവം
എക്സ്പീരിയൻസ് ഉള്ള ആ എക്സ്പീരിയൻസിന്റെ നിഷാൻ അടയാളം ആ ബസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ലോഗ് ഇസീലിയെ ഇസ്സെ സഫർ നഹീ കർനാ ചാഹത്തെ കി വൃദ്ധാവസ്ഥ में इसे കഷ്ട होगा. ലോഗ് ഇസീലിയെ ഇസ്സെ സഫർ നഹീ കർനാ ചാഹത്തെ, ഇതുകൊണ്ടാണ് ആൾക്കാർ ഇതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തത്. എന്തുകൊണ്ടാണ്? കി വൃദ്ധാവസ്ഥ में इसे കഷ്ട होगा, ഈ വൃദ്ധാവസ്ഥയിൽ ഇവർക്ക് കഷ്ടം, അതായത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, അവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ആൾക്കാരൊന്നും ഈ ബസ്സിൽ യാത്ര ചെയ്യാതിരിക്കുന്നത്. യഹ് ബസ് പൂജാക്കെ യോഗ്യതി, ഈ ബസ് പൂജിക്കാൻ അനുയോജ്യമായ അവസ്ഥയിലായിരുന്നു. ഉസ് പർ സവാർ കൈസെ ഹുവാ ജാ സക്താ ഹൈ, പൂജിക്കാൻ യോഗ്യനായ ഒരു ബസ്സിൽ എങ്ങനെയാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് ആൾക്കാരുടെ എക്സ്പ്ലനേഷൻ, അല്ലെ, ഈ വണ്ടിയിൽ യാത്ര ചെയ്യാത്തതിലുള്ള എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത്. ബസ് കമ്പനി കെ ഏക് ഹിസ്സേദാർ ഭി ഉസി ബസ് സെ ജാ രഹേ थे, ആ ബസ് കമ്പനിയിലെ ഒരു ഹിസ്സേദാർ, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടി ഇവരുടെ കൂടെ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഹംനെ ഉൻസെ പൂച്ച, ഞങ്ങൾ അയാളോട് ചോദിച്ചു. യഹ് ബസ് ചൽത്തി ഭി ഹൈ, ഈ ബസ് പോകോ, ഈ ബസ് ഓടോ എന്ന് ചോദിക്കുകയാണ്. വഹ് ബോലെ, അയാൾ പറഞ്ഞു, ചൽത്തി ക്യൂ നഹി ജി, ക്യൂ നഹി ഹൈ ജി, അതെന്താ ഓടോന്ന് ചോദിക്കുന്നത്, എന്താ പോകുമെന്ന് ചോദിക്കുന്നത് എന്താണ്? അഭി ചലേഗി, ഇപ്പൊ തന്നെ പോകും. ഹംനെ കഹ വഹി തോ ഹം ദേഖ്നാ ചാഹത്തെ ഹൈ, അപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു, വഹി തോ ഹം ദേഖ്നാ ചാഹത്തെ ഹൈ, അത് തന്നെയാണ് ഞങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്നെ ആപ് ചൽത്തി ഹൈ യഹ്, വീണ്ടും ചോദിക്കുകയാണ്, ഇത് തനിയെ പോവോ, അതോ നമ്മൾ വല്ല തള്ളിയേട്ടം എന്താ പറയണേ ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് ഇതിനെ സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ അതിനെ നീക്കണം, മൂവ് ചെയ്യിപ്പിക്കണോ എന്നുള്ള ഉദ്ദേശത്തിൽ ചോദിക്കുകയാണ്. അപ്നെ ആപ് ചൽത്തി ഹൈ, ഇത് തനിയെ തന്നെ പോവോ? ഹാ ജി, പോകും. ആർ കേസേ ചലേഗി, ബിലാൽ, അത് തനിയല്ലാണ്ട് എങ്ങനെയാ പോകുന്നത്, ഉറപ്പായിട്ടും പോകും എന്ന് ആ ഹിസ്സേദാർ, ബസ് കമ്പനിയുടെ ഒരു വർക്ക് ചെയ്യുന്ന അയാള് അവരോട് പറഞ്ഞു. ഓക്കെ, ഗജബ് ഹോ ഗയ, ആകെ ഒരു എന്താ പറയുന്നേ, ആകെ ഒരു ആശ്ചര്യപ്പെട്ടുപോയി. ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ് ആകെ വയോവൃദ്ധ, അതായത് വയോവൃദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ പഴകിയ ഈ വണ്ടി പോകും എന്ന് പറഞ്ഞത് കേട്ടപ്പോ അവർക്ക് എന്ത് തോന്നി? ആശ്ചര്യമായി പോയി, അല്ലെ? ഗജബ് ഹോ ഗയ, ऐसी बस अपने आप चलती है, ഇത്തരത്തിലുള്ള ബസ്സുകൾ തനിയെ സഞ്ചരിക്കുവോ, അല്ലെങ്കിൽ തനിയെ അങ്ങനെ പോകുവോ, മൂവ് ചെയ്യോ, സ്റ്റാർട്ട് ആകോ, മൂവ് ചെയ്യോ എന്ന അവരുടെ ഡൗട്ട്, അല്ലേ? ഹം ആകാ പീച്ച കന്നേലേക്കാ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി, മുന്നോട്ടും പുറകിലോട്ടും ഫ്രണ്ട്സിന്റെ മുഖത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഡോക്ടർ മിത്രനെ കഹ, അവർ 5 പേരിൽ ഒരാളെ ഡോക്ടർ ആയിരുന്നു, അല്ലെ? അപ്പൊ ആ സുഹൃത്ത് പറഞ്ഞു, ഡറോ മത് ചലോ, പേടിക്കണ്ട, ഡറോ മത്, പേടിക്കണ്ട, ചലോ, പോകാം, വരൂ. ബസ് അനുഭവി ഹെ, ബസ് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആണ്. നെയ് നവേലി ബസ്സോ സെ ജ്യാദാ വിശ്വസനീയ ഹെ, പുതിയ ബസ്സുകളെക്കാളും ഒക്കെ കൂടുതൽ നമുക്കിതിനെ വിശ്വസിക്കാം. യോഗ്യനായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ബസ്സാണ്. ഹമേ ബേട്ടൂ കി തര പ്യാർ സെ ഗോദ് മേ ലേക്കർ ചലേഗി, നമ്മളെ മക്കളെ പോലെ, കുഞ്ഞുങ്ങളെ പോലെ, നമ്മളെ മക്കളെ പോലെ എന്ത് ചെയ്യും, തര ഗോദ് മേ ബൈഠേ ലേക്കർ ചലേങ്കി, മടിയിലിരുത്തി വളരെ സ്നേഹത്തോടെ നമ്മളെ കൊണ്ടുപോകും എന്ന് ഡോക്ടർ മിത്ര പറഞ്ഞു. ഹം ബൈഠ് ഗേ, അപ്പൊ ഡോക്ടർ മിത്രന്റെ ആ ഒരു എന്താ പറയുക അഭിപ്രായത്തെ എല്ലാവരും മാനിച്ച് ബസ്സിൽ കയറി. ഹം ബൈഠ് ഗേ, അവരെല്ലാവരും കണ്ടോ ഇരുന്നു. ജോ ചോടനെ ആയേഥേ, ഞങ്ങൾ ബസ്സിൽ കയറി ഇരുന്നപ്പോ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചു പേര് ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ജോ ചോടനെ ആയേഥേ, അവന്റെ കൂടെ കുറച്ച് ആൾക്കാർ, അവരെ ഇവിടെ വരെ യാത്രയാക്കുന്നതിന് വേണ്ടി വന്ന ആൾക്കാര്, വേ ഇസ് തര ദേഖ് രഹേ ഥേ ജൈസെ അന്തിം വിദാ ദേ രഹേ ഹെ, വേ ഇസ് തര ദേഖ് രഹേ ഥേ, അവരിങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം കണ്ടാൽ എന്താ തോന്നുന്നത്? ജൈസെ അന്തിം വിദാ ദേ രഹേ ഹെ, അവസാന യാത്രയയപ്പ് തരുകയാണെന്ന് തോന്നും. ആ ഒരു ഭാവത്തോടു കൂടിയാണ് ആ കൊണ്ടാക്കാൻ വേണ്ടി ചോടനേക്കെ ലിയേ ആയേ ഹുയേ ലോഗിനെ ദേഖ് രഹേ ഥേ, ആ ഒരു ഭാവത്തോടു കൂടിയാണ് ആ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്, യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാർ ഇവരെ നോക്കി നിന്നത്. ഉനിക്ക് ആഖേ കഹരഹി ഥി, ആ കൊണ്ടാക്കാൻ വേണ്ടി വന്ന ആൾക്കാരുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. എന്നാണ് പറയുന്നിരുന്നത്? ആനാ ജാനാത്തോ ലഗാഹി രഹതാ ഹെ, വരവും പോക്കും ഒക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. ആയാ ഹെ സുജായേഗ, വന്നാൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. രാജാ രംഗ് ഫക്കീർ, രാജാവായാലും എന്താ പറയണേ വിശുദ്ധനായാലും ആരായാലും ജനിച്ചാൽ ഒരു നാൾ മരണം
സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്ന ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ആനാ ജാനാ തോ ലഗാ ഹി രഹതാ ഹെ, ആനാ ജാനാ തോ ലഗാ ഹി രഹതാ ഹെ. വരികയും പോവുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമാണ്, അതൊക്കെ സംഭവിക്കുന്നതാണ്. ആയാ ഹെ സോ ജായേഗ, വന്നാ പിന്നെ പോയല്ലേ പറ്റുള്ളൂ. രാജ രംഗ് ഫക്കീർ, രാജാവായാലും സാധാ മനുഷ്യന്മാരായാലും വിശുദ്ധനായാലും വന്നാൽ ജനിച്ചാൽ അയാൾക്ക് മരണം സുനിശ്ചിതമാണ്. ആത്മീകു കൂച്ച് കന്നെ കെ ലിയേ ഏക നിമിത്ത് ചാഹിയെ, മനുഷ്യന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിമിത്തമാവണമല്ലോ, എന്ന് വെച്ചാൽ മരണത്തിനൊരു കാരണം ഉണ്ടാകുമല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, എഞ്ചിൻ സച്ച്മുച്ച് സ്റ്റാർട്ട് ഹോ ഗയ. ഇത്രയും പഴയ വണ്ടിയാണെങ്കിലും നോക്കിയപ്പോ എഞ്ചിൻ സ്റ്റാർട്ട് പോയി, വണ്ടി സ്റ്റാർട്ടായി. ആസാ ജैसे सारी बस की എഞ്ചിൻ ഹെ, എഞ്ചിൻ സ്റ്റാർട്ടായി, പക്ഷേ എങ്ങനെയാണ് സ്റ്റാർട്ടായത്? ജैसे എങ്ങനെ തോന്നി? സാരി ബസ് ഹി എഞ്ചിൻ ഹെ, മൊത്തം ബസ്സും എഞ്ചിൻ ആണെന്ന് തോന്നി. और हम എഞ്ചിൻ കെ ഭീതർ बैठे हैं, ഞങ്ങൾ എഞ്ചിൻ അകത്ത് കയറി ഇരിക്കും പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് അല്ലെ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എഞ്ചിൻ സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും വണ്ടി ഫുള്ള് വൈബ്രേറ്റ് ചെയ്ത് കാണും അല്ലെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കാഞ്ച് ബഹുത് കം ബച്ചേ ഥേ, മൊത്തം പൊട്ടിപ്പൊളഞ്ഞ ബസ്സല്ലേ, അതിൽ കാഞ്ച് ഗ്ലാസ്, ചില്ല് വളരെ കുറച്ച്, ഈ കണ്ണാടിയിലൊക്കെ അതായത് നമ്മുടെ വിൻഡോസിലൊക്കെയുള്ള ചില്ലുകളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാ പറയുന്നത് കാഞ്ച് ബഹുത് കം ബച്ചേ ഥേ, കാഞ്ച് ആ ഗ്ലാസ് ഒക്കെ വളരെ കുറച്ച് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. ജോ ബച്ചേ ഥേ, എത്രയാണോ ബാക്കി ഉണ്ടായിരുന്നത്, ഉൻസെ ഹമേ ബച്നാ ഥാ, ആ ഗ്ലാസുകളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. ബച്ന, രക്ഷപ്പെടേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ഹം ഫോറൻ ഖിഡ്കി സെ ദൂർ സരക് ഗയെ, ഞങ്ങൾ ഫോറൻ പെട്ടെന്ന് തന്നെ ഖിഡ്കി സെ ദൂർ സരക് ഗയെ, സരക് എന്ന് പറഞ്ഞാൽ തെന്നി മാറുക. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഖിഡ്കി, ജനലിന്റെ ആ ചില്ലുകളുള്ള ആ ഭാഗത്തു നിന്നും തെന്നി മാറി, പെട്ടെന്ന് തന്നെ. ഫോറൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് കേട്ടോ മീനിങ്. എഞ്ചിൻ ചൽ രഹാ ഥാ, എഞ്ചിൻ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ചൽ രഹാ ഥാ, മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. ഹമേ ലഗ് രഹാ ഥാ കി ഹമാരി സീറ്റ് കെ നീച്ചെ എഞ്ചിൻ ഹെ, അത് അത്രത്തോളം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി ഭയങ്കര കുലുക്കവും ആട്ടവും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലെ. അതുകൊണ്ട് അവർക്ക് എന്താ തോന്നിയത്? ഞങ്ങളുടെ സീറ്റിന്റെ അടിയിൽ, അടിയിൽ തന്നെ എന്താണെന്നാണ് തോന്നിയത്? എഞ്ചിൻ ഇരിക്കണു എന്ന് തോന്നി. അത്രമാത്രം ആ വണ്ടി ബസ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബസ് സച്ച്മുച്ച് ചൽപടി, പക്ഷേ ഇത്രയും നേരം കരുതിയതുപോലെയൊന്നും അല്ല. ബസ് എന്ത് ചെയ്യാൻ തുടങ്ങി? സച്ച്മുച്ച്, യഥാർത്ഥത്തിൽ ബസ് ചൽപടി, മൂവ് ചെയ്യാൻ തുടങ്ങി. और हमें लगा कि यह गांधी जी के असहयोग और सविनय अभिज्ञा आंदोलनों के वक्त अवश्य जवान नहीं होगी. ഗാന്ധിജിയുടെ എന്താ പറയുക, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം. ആ ഒരു സമയത്ത് അവശ്യ ജവാൻ നഹി ഹോഗി, ആ ഒരു സമയത്ത് ആ ഗാന്ധിജിയുടെ സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റിന്റെ ആ സമയത്ത് നമ്മുടെ ഈ ബസ് ജവാൻ എന്ന് പറഞ്ഞാൽ യുവാവായിരിക്കാം. ഉസെ ട്രെയിനിങ് മിൽ ചുക്കി ഥി, അയാൾക്ക് ആ സമയത്ത് ബസ്സിന് ആ ഒരു എന്താ പറയുക, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഹർ ഹിസ്സ ദൂസരെ സെ അസഹയോഗ് കർ രഹാ ഥാ, ഓരോ ഹിസ്സ ഓരോ ഭാഗങ്ങളും, എല്ലാ ഭാഗങ്ങളും മറ്റൊന്നുമായിട്ട് അസഹയോഗ് കർ രഹാ ഥാ എന്ന് പറഞ്ഞാൽ നിസ്സഹകരണ ഒരു ഭാവമാണ് അവിടെ പ്രകടമാക്കിയിരുന്നത്. എന്ന് വെച്ചാൽ ഒന്നിനോട് ചേരുന്നില്ലായിരുന്നു, ഓരോന്നിന്റെ പാട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കുന്നത് കേട്ടോ. പൂരി ബസ് സവിനയ അവജ്ഞ ആന്തോളൻ കെ ദൗർ സെ ഗുസർ രഹി ഥി, പൂർണ്ണമായിട്ട് ആ ബസ് മൊത്തമായിട്ടും തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ആ ഒരു ശൈലിയിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. സീറ്റ് കാ ബോഡി സെ അസഹയോഗ് ചൽ രഹാ ഥാ, ഇരിക്കുന്ന സീറ്റ് ബസിന്റെ ബോഡിയുമായിട്ടൊരു നിസ്സഹകരണ ഒരു മനോഭാവമായിരുന്നു. അങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണ് ആ നിസ്സഹകരണ മനോഭാവം മനസ്സിലായത്? കബി ലഗ്താ സീറ്റ് ബോഡി കോ ചോഡ്കർ ആകെ നിക്കൽ ഗയി ഥേ അല്ലെ. അതായത് ചിലപ്പോഴൊക്കെ തോന്നുന്നത് സീറ്റ് ബോഡിയെ ഉപേക്ഷിച്ചിട്ട് ചോഡ്കർ, അതിനെ വിട്ടിട്ട് ആകെ നിക്കൽ ഗയി ഹെ, സീറ്റ് ബോഡിയിൽ നിന്ന് ഇളകി മുന്നോട്ട് നീങ്ങുന്നതായിട്ട് തോന്നും. കബി ലഗ്താ കി സീറ്റ് കോ ചോഡ്കർ ബോഡി ആകെ ഭാഗി ജാ രഹി ഹെ, ചിലപ്പം തോന്നും സീറ്റിനെ ഉപേക്ഷിച്ചിട്ട് ബോഡി ഫ്രണ്ടിലോട്ട് ഓടുന്നത് പോലെ തോന്നും. എന്ന് വെച്ചാൽ സീറ്റൊക്കെ ആകെ ഇളകി ഇരിക്കുകയാണ്. വണ്ടി ഓടുന്നത്, മൂവ് ചെയ്യുന്നത് അനുസരിച്ചത് മുന്നോട്ടും ബാക്കിലോട്ടും ആഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കബി
भागी जा रही है। 8-10 मील चलने पर सारे भेदभाव मिट गए। 8-10 मील चलने पर, അതായത് ഒരു 8-10 മൈൽ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സാരേ ഭേദഭാവ് മിट गए, എല്ലാ വിവേചനവും അവിടെ മാറിപ്പോയി. यह समझ में नहीं आता था कि सीट पर हम बैठे हैं या सीट हम पर बैठी है. ഇതുപോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്തെന്നാൽ സീറ്റ് പർ ഹം ബൈഠേ ഹെ, ആ സീറ്റിൽ ഞങ്ങളാണോ ഇരിക്കുന്നത്, യാ അതോ സീറ്റ് ഹം പർ ബൈഠി ഹെ, സീറ്റ് ഞങ്ങളുടെ പുറത്താണോ ഇരിക്കുന്നത് എന്നുള്ള ഡൗട്ട് തോന്നുന്നക്ക രീതിയിലുള്ള ഒരു ബസ് അല്ലെ. അത്രത്തോളം ആകെ ആടി ഉലഞ്ഞു ഇളകി മറിഞ്ഞും ഒക്കെ മുന്നോട്ട് നീങ്ങുന്ന ഒരു പഴയ വൃദ്ധാവസ്ഥയിലുള്ള ഒരു ബസ്. ഏകാഏക് ബസ് റുക് ഗയി, പെട്ടെന്ന് തന്നെ ബസ് എന്ത് ചെയ്തു, അവിടെ നിന്നു. रुक गई, निन्नु, स्टॉप आई. मालूम हुआ कि पेट्रोल की टंकी में छेद हो गया है. छेद എന്ന് പറഞ്ഞാൽ തുള, എന്താ പറഞ്ഞ ഓട്ട, ചെറിയൊരു ഹോള് പോലെ ആയി എന്നാ പറയുന്നത് കേട്ടോ. മാലൂം ഹുവ, മനസ്സിലാക്കാൻ സാധിച്ചത്, മാലൂം അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ വണ്ടി ബസ് നിന്നതിന് കാരണം എന്താണ്, പെട്രോൾ ടാങ്കില് ചെറിയൊരു ഹോള് വന്നിട്ടുണ്ട് എന്ന് ആണ് മനസ്സിലായത്. അപ്പോ പെട്രോൾ അതിൽ കൂടെ ലീക്കായി അത് ഓഫായി, വണ്ടി നിന്നു. ड्राइवर ने बाल्टी में पेट्रोल निकालकर उसे बगल में रखा. ബാൽട്ടി ബക്കറ്റ്, ബക്കറ്റിനെയാണ് ബാൽട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഡ്രൈവർ എന്ത് ചെയ്തു, ഒരു ബക്കറ്റിൽ പെട്രോള് എടുത്ത്, നിക്കാൽക്കൽ എടുത്തുകൊണ്ട്, ബഗൽ അടുത്ത് തന്നെ, റഖ വെച്ചു. ആർ നലി ഡാൽക്കർ, നലി എന്ന് പറഞ്ഞാൽ ട്യൂബിനെയാണ് കേട്ടോ നലി എന്ന് പറയുന്നത്. എന്നിട്ട് നലി അതിലേക്ക് ഇട്ട്, നലി ഡാൽക്കർ ആ എഞ്ചിനിലേക്ക് നലി ട്യൂബ് ഇട്ട്, इंजन में भेजने लगा. नली डालकर इंजन में भेजने लगा. क्या भेजने लगा, ये पेट्रोल पे भेजने लगा. ड्राइवर ആ ഒരു പെട്രോൾ എഞ്ചിനിലേക്ക് ഒഴിക്കാൻ തുടങ്ങി ട്യൂബിലൂടെ. अब मैं उम्मीद कर रहा था कि थोड़ी देर बाद बस कंपनी के हिस्सेदार इंजन को निकालकर गोद में रख लेगा. എനിക്കിപ്പോ ഉമീദ്, എന്റെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ തന്നെ കുറച്ചു സമയം കഴിയുമ്പോൾ തന്നെ അയാൾ എന്ത് ചെയ്യും, ആ ഹിസ്സേദാർ, ആ വണ്ടിയുടെ ആ ബസ് കമ്പനിയുടെ ആ ഭാഗമായിട്ടുള്ള ആ ഒരാള്, ബസ് കമ്പനിയുടെ ആ ഹിസ്സേദാർ, ആ മനുഷ്യൻ, ഇഞ്ചിൻകോ നിക്കാൽക്കർ, ആ എഞ്ചിനെ എടുത്ത്, നിക്കാൽക്കർ ഊരിയെടുത്ത്, ഗോദ് മടിയിലേക്ക്, രഖ് രേങ്കി മടിയിലേക്ക് വെക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നേ, നലി സെ പെട്രോൾ പിലായെങ്കിൽ, എന്നിട്ട് അതിനെ ട്യൂബ് കൊണ്ട് അതിനെ പെട്രോൾ കുടിപ്പിക്കും. എങ്ങനെയെന്നാണ് പറഞ്ഞേക്കുന്നത്, ജൈസെ മാ ബച്ചയ്ക്ക് മൂമേ ദൂത് കി ശീശി ലഗാത്തി ഹെ, അമ്മ കുഞ്ഞിന് പാലിന്റെ തുള്ളികൾ ഇറ്റിട്ട് കൊടുക്കില്ലേ, അതുപോലെ ഈ ഒരു എന്താ പറയണേ, ഈ ഒരു ബസ് കമ്പനിയുടെ ഹിസ്സേദാര് ആ എഞ്ചിനെ ഇളക്കി മടിയിലേക്ക് എടുത്തു വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് പെട്രോൾ ഈ നലിയിലൂടെ അമ്മ കുഞ്ഞിന് പാല് തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഇയാള് ചെയ്യുമായിരിക്കും എന്നാണ് ആര് പ്രതീക്ഷിച്ചത്, ഈ സുഹൃത്തുക്കളിൽ ഒരാൾ പ്രതീക്ഷിച്ചത്. बस की रफ्तार अब 15-20 मील हो गई थी. ബസിന്റെ റഫ്താർ വേഗത എന്ന് പറയുന്നത് 15-20 മീൽ ഹോ ഗയി थी. ബസിന്റെ ആ വേഗത 15-20 മൈൽ ആയി കഴിഞ്ഞിരുന്നു. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇത് ലേഖകൻ, ഞാൻ പറഞ്ഞില്ലേ ലേഖകൻ എഴുതിയ യാത്രാവൃത്താന്താണ്, ഒരു യാത്രാ വിവരണമാണ് അല്ലെ. അപ്പൊ ഇതില് ലേഖകനും ലേഖകന്റെ 4 ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് 5 പേരാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. അപ്പോ ലേഖകനാണ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത്, ഇയാളിപ്പോ തന്നെ അമ്മ മടിയിൽ കുഞ്ഞിനെ എടുത്തു വെച്ച് പാലിറ്റിട്ട് കൊടുക്കുന്നത് പോലെ ഇയാൾ ഇഞ്ചിനെ ഇളക്കി മടിയിൽ വെച്ചിട്ട് ഈ പെട്രോൾ അതിന്റെ വായിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് ആ നലി, ആ ട്യൂബ് ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആരാണ്, ലേഖകനാണ് അങ്ങനെ പ്രതീക്ഷിച്ചത്. ബസ് കി റഫ്താർ 15-20 മീൽ ഹോ ഗയി ഥി. ബസിന്റെ വേഗത, റഫ്താർ എന്ന് പറഞ്ഞാൽ വേഗതയാണ് കേട്ടോ, വേഗത 15-20 മീൽ ഹോ ഗയി ഥി, അത് ഇപ്പൊ 15-20 മൈൽ ആയി കഴിഞ്ഞിരുന്നു. മുझे उसके किसी हिस्से पर भरोसा नहीं था. എനിക്ക് അതിന്റെ ബസിന്റെ കിസി ബി ഹിസ്സെ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിലും ഭരോസ, വിശ്വാസമില്ലായിരുന്നു. നഹീ ഥാ, വിശ്വാസമില്ലായിരുന്നു. ബ്രേക്ക് ഫെയിൽ ഹോ സക്താ ഹെ, ബ്രേക്ക് എപ്പം വേണമെങ്കിലും ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. സ്റ്റിയറിംഗ് ടൂട്ട് സക്താ ഹെ, സ്റ്റിയറിംഗ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രകൃതിക്ക് ദൃശ്യ ബഹുത് ലുഭാവനേ ഥേ, പ്രകൃതിയുടെ ഈ ഒരു മനോഹരമായിട്ടുള്ളതേ കണ്ടോ, പ്രകൃതി മൊത്തം തിങ്ങി നിറഞ്ഞ മരങ്ങളും ഒക്കെ ആയിട്ട് പ്രകൃതിയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം വളരെയധികം സന്തോഷപരമായിട്ടുള്ള ആ ഒരു അനുഭവമായിരുന്നു. ഇത്രത്തോളം എന്താ പറയണ, ബുദ്ധിമുട്ടി ആകെ ഇതായിട്ട് ടെൻഷൻ അടിച്ച് ഒന്നിലും ഒരു വിശ്വാസം
വിശ്വാസമില്ല. ബ്രേക്ക് പൊട്ടിപ്പോകാം, സ്റ്റിയറിംഗ് വേണമെങ്കിൽ പൊട്ടിപ്പോകാം, ബ്രേക്ക് ഫെയിൽ ആവാം, എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ. ഒരു പ്രതീക്ഷയും ഇല്ല അങ്ങ് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളത് കവിക്കും ലേഖകനും ലേഖകന്റെ ഫ്രണ്ട്സിനും. പക്ഷെ അതിൻ്റെ ഇടയിലും അവർക്കൊരു ആശ്വാസമായത് എന്താണ്? പ്രകൃതിക്ക് ദൃശ്യം, പ്രകൃതി മനോഹരമായിട്ടുള്ള ആ പ്രകൃതിയുടെ ആ ഒരു ദൃശ്യങ്ങൾ അവർക്ക് ബഹുത് ലുഭാവന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആശ്വാസകരമാവുക, അതിനെയാണ് ലുഭാവന എന്ന് പറയുന്നത് കേട്ടോ. അതൊരു വലിയ ആശ്വാസകരമായിരുന്നു അവർക്ക്. പോകുന്ന വഴിയിലെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടവര് മൂവ് ചെയ്തു. ദോനോ തരഫ് ഹരേ ഭരേ പേട് ഥേ, രണ്ട് സൈഡിലും കണ്ടോ തിങ്ങി നിറഞ്ഞ നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ ഉണ്ടായിരുന്നു. ജിൻ പർ പക്ഷി ബൈഠേ ഥേ, അതിൽ എന്തിരിപ്പുണ്ടായിരുന്നു? പക്ഷി, ബേർഡ്സ് ഉണ്ടായിരുന്നു, ഇരിപ്പുണ്ടായിരുന്നു. ബൈഠേ ഥേ, ഇരിക്കുന്നുണ്ടായിരുന്നു. മേ ഹർ പേട് കോ അപ്നാ ദുഷ്മൻ സമജ് രഹാ ഥാ, പക്ഷേ ഞാൻ ഹർ പേട് കോ, എല്ലാ മരങ്ങളെയും എല്ലാ വൃക്ഷങ്ങളെയും ഞാൻ എന്റെ ദുഷ്മൻ, ശത്രുവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മേരാ ദുഷ്മൻ സമജ് രഹാ ഥാ, എന്റെ ശത്രുവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ലേഖകന്റെ ശത്രുവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ജോ ഭി പേട് ആത്താ, ഏത് പേട് വന്നാലും ഡർ ലഗ്താ കി ഇസ്സേ ബസ് ടക്കരായെങ്കി, ഡർ ലഗ്താ അതായത് പേടി തോന്നും. ഓരോ പേട് വരുമ്പോഴും ഓരോ വൃക്ഷം വരുമ്പോഴും പേടി തോന്നും. എന്താ പേടി തോന്നുന്നത്? ഇസ്സേ ബസ് ടക്കരായെങ്കി, ടക്കരാന കൂട്ടിമുട്ടുക, ഇടിക്കുക. അപ്പോ അടുത്ത ഈ വൃക്ഷത്തിൽ ബസ് ഇടിക്കുമായിരിക്കുമെന്ന് മനസ്സിൽ അങ്ങനെ ഒരു ഡർ, പേടി തോന്നുന്നുണ്ടായിരുന്നു. വഹ് നിക്കൽ ജാത്താ തോ ദൂസരെ പേട് കാ ഇന്തസാർ കർത്താ, അപ്പൊ ലേഖകൻ ഒരു വൃക്ഷം കടന്നു കഴിഞ്ഞാൽ അടുത്ത വൃക്ഷത്തിന് വേണ്ടി ഇന്തസാർ, പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു അടുത്ത വൃക്ഷത്തെ. ഛീൽ ദിക്തി തോ, ഛീൽ തടാകം, തടാകത്തിനെയാണ് ഛീൽ എന്ന് പറയുന്നത് കേട്ടോ. ഛീൽ ദിക്തി തോ സോച്ച്താ കി ഇസ്മേ ബസ് ഗോതാ ലഗാ ജായെങ്കി, ഛീൽ അതായത് തടാകം കാണുമ്പോൾ തോന്നും ഈ ബസ് ഇതിനെ അകത്തേക്ക് വീണ് കുടുങ്ങി പോകും എന്ന് തോന്നിപ്പോകും. അത്തരത്തിലാണ് ഈ ബസ്സിന്റെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഭയന്നാണ് ലേഖകനും ലേഖകന്റെ കൂട്ടുകാരും ആ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഫിർ ബസ് റുക്കി, വീണ്ടും മുന്നോട്ട് പോയി കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ബസ് നിന്നു. ഡ്രൈവറിനെ തറക്കി തർക്കീബ് എന്ന് പറഞ്ഞാൽ ട്രിക്സ് കേട്ടോ, വഴികൾ, ട്രിക്സിനെയാണ് തർക്കീബ് എന്ന് പറയുന്നത്. ഡ്രൈവർ തറക്കി തർക്കീബേം കി, പല ട്രിക്സും പ്രയോഗിച്ചു നോക്കി. പർ വഹിച്ചലീനിയും, പക്ഷെ നമ്മുടെ ബസ് മുന്നോട്ട് നീങ്ങുന്നില്ലായിരുന്നു. സവിനയ അവജ്ഞ ആന്തോളൻ ശുരു ഹോ ഗയാ ഥാ, നിസ്സഹകരണ പ്രസ്ഥാനം അവിടെ, അങ്ങനെ ഒരു ആന്തോളൻ അവിടെ ശുരു ഹോ ഗയാ, അവിടെ തുടക്കം കുറിച്ചിരുന്നു. കമ്പനിക്ക് ഹിസ്സേദാർ കഹരഹേദേ, കമ്പനിയുടെ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, കമ്പനിയിൽ ഭാഗമായിട്ടുള്ള ഒരു മനുഷ്യൻ ബസ്സിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അയാൾ പറയുന്നുണ്ടായിരുന്നു ബസ് തോ ഫസ്റ്റ് ക്ലാസ് ഹേ ജി, ബസ് വളരെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ബസ്സാണ്, അടിപൊളി ബസ്സാണ്, ഒരു കുഴപ്പമില്ല. യഹ്തോ ഇത്ഫാഖി ബാത് ഹേ, ഇത് എന്തിന്റെ കാര്യമാണ്? ഇത് ജസ്റ്റ് സാധാരണയായിട്ട് എന്താ പറയണേ, ഈ സ്വാഭാവികമായിട്ടെന്ന് പറയില്ലേ, അതാ പറയുന്നത്. ഇത്ഫാഖി ബസ് ഹേ, യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യമാണ്, അല്ലാതെ ബസ്സിന്റെ കുഴപ്പമൊന്നുമല്ല, യാദൃച്ഛികമായിട്ട്. ഇത്ഫാഖ് എന്ന് പറഞ്ഞാൽ യാദൃച്ഛികം കേട്ടോ, യാദൃച്ഛികമായിട്ട് ബസ് നിന്നതാണ്, അല്ലാതെ പേടിക്കൊന്നും വേണ്ട, ഞങ്ങളുടെ ബസ് സൂപ്പർ ആയിട്ടുള്ള ബസ്സാണെന്നാണ് ഹിസ്സേദാർ അവിടെ പറഞ്ഞത്. ക്ഷീൺ ചാന്ദിനി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നതെന്ന് അറിയാവോ? മങ്ങിയ ചന്ദ്രപ്രകാശത്തിനെയാണ് ക്ഷീൺ ചാന്ദിനി എന്ന് പറയുന്നത് കേട്ടോ. ക്ഷീൺ ചാന്ദിനി മേ വൃക്ഷോं की छाया के नीचे वह बस पड़ी दयनीय लग रही थी. എന്താ പറയണ, മങ്ങിയ ചന്ദ്രപ്രകാശത്തിൽ വൃക്ഷോं की छाया के नीचे, അതായത് വൃക്ഷങ്ങളുടെ ഛായ, നിഴലിനടിയിൽ, അതായത് വൃക്ഷത്തിന്റെയൊക്കെ ചുവട്ടിലായിട്ട്, അതിന്റെ നിഴലിനടിയിലായിട്ട് വഹ് ബസ് ബഡി ദയനീയ ലഗ് രഹി ഥി, ആ ബസ് കിടക്കുന്ന കാണാൻ വളരെ ദയനീയമായിട്ട് തോന്നിയായിരുന്നു. ലഗ്താ ജൈസെ കോയി വൃദ്ധ തക് കർ ബൈഠ് ഗയി ഥേ, അതിങ്ങനെ വൃക്ഷത്തിന്റെ നിഴലിന്റെ അടിയിൽ ഇങ്ങനെ തളർന്ന് ദയനീയമായിട്ട് നിൽക്കുന്ന ബസ്സിനെ കാണുമ്പോ ലേഖകൻ എന്താണ് തോന്നുന്നത്? ജൈസെ കോയി വൃദ്ധ തക് കർ ബൈഠ് ഗയി ഹെ, ജൈസെ കോയി വൃദ്ധ, ഏതോ ഒരു വൃദ്ധ, ഒരു വയസ്സായ സ്ത്രീ എങ്ങനെ തക് കർ, തളർന്ന് ക്ഷീണിച്ച്, ബൈഠ് ഗയി ഹെ, ഇരിക്കുകയാണ് എന്ന് തോന്നുന്നത് പോലെയാണ് ലേഖകൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഹമേ ഗ്ലാനി ഹോ രഹി ഥി, ഹമേ ക്യാ ഹോ രഹി ഥി? ഗ്ലാനി ഹോ രഹി ഥി, പശ്ചാത്താപം. ഗ്ലാനി എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം കേട്ടോ.
हमें ग्लानी हो रही थी, ഞങ്ങൾക്ക് പശ്ചാത്താപം തോന്നി. कि बेचारी पर लदकर हम चले आ रहे हैं. ഓ ആ പാവപ്പെട്ട ബേച്ചാരി ആകെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു ബസ്സിലാണല്ലോ ഞങ്ങൾ കയറി വന്നത് എന്ന് ആലോചിക്കുമ്പോൾ അവരെ ബുദ്ധിമുട്ടിച്ചല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ലേഖകനും ഫ്രണ്ട്സിനും എന്തായിട്ട് തോന്നി? പശ്ചാത്താപം തോന്നി മനസ്സിൽ. അഗർ ഇസ്കാ പ്രാണാന്ത് ഹോ ഗയാ തോ, ഇതിന്റെ അന്ത്യം, പ്രാണാന്ത് എന്ന് പറഞ്ഞാൽ അന്ത്യം കേട്ടോ, അതായത് അന്ത്യം സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാണാന്ത്. ഇതിന്റെ പ്രാണം നിലച്ചു പോയാലോ? തോ ഇസ് ബിയാബാൻ മേ ഹമേ ഇസ്കി അന്ത്യേഷ്ടി കർണി പടേഗി. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ വെച്ച് അവന്റെ, അതായത് ബസ്സിന്റെ പ്രാണൻ നിലച്ചു പോയാൽ ഈ ഒരു എന്താ പറയുക, ജംഗൽ എന്ന് പറഞ്ഞാൽ വനം, ബിയാബാൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ തിങ്ങിയ വൃക്ഷങ്ങളോടൊക്കെ കൂടിയ, അതിനെയാണ് ബിയാബാൻ എന്ന് പറയുന്നത് കേട്ടോ. വനമായിട്ട് സങ്കല്പിക്കാം നമുക്ക്. ജംഗൽ, അതിന് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന മീനിങ് എന്ന് പറയുന്നത് ജംഗൽ എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു വേർഡ് പറയാന്ന് പറഞ്ഞാൽ സുൻസാൻ, ആകെ നിശബ്ദമായിട്ട് മരങ്ങളൊക്കെ കൂടിച്ചേർന്ന അങ്ങനെയുള്ള ഏരിയയും ബിയാബാൻ എന്ന് പറയും കേട്ടോ. അപ്പോ ഈ ഒരു സുൻസാൻ ജഗമേ ഹമേ ക്യാ കർണാ പടേഗ, ഈസ് ബസ് കാ അന്ത്യേഷ്ടി കർണാ പടേഗ. അതിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം, മുക്തകർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും എന്ന് ലേഖകൻ സൂചിപ്പിക്കുകയാണ്. ഹിസ്സേദാർ സാഹബ് നെ ഇഞ്ചൻ ഖോല അവർ കുച്ച് സുധാര. ഹിസ്സേദാർ സാഹിബ്, ആ ബസ് കമ്പനിയുടെ അയാള് ഓടി വന്ന് ആ ബസിന്റെ എഞ്ചിനൊക്കെ തുറന്ന് എന്തൊക്കെയോ ശരിയാക്കി, സുധാര ശരിയാക്കി. ബസ് ആകെ ചലി, അത് ശരിയായതിനു ശേഷം ബസ് മുന്നോട്ട് വീണ്ടും നീങ്ങി. ഉസ്കി ചാൽ ഓർ കം ഹോ ഗയി थी. അപ്പോ ഇതുവരെയുള്ള ആ ഒരു എന്താ പറയുക വേഗതയും ഉണ്ടായിരുന്നില്ല ബസ്സിന്. ചാൽ, വീണ്ടും അതിന്റെ ദൂരം അല്ലെങ്കിൽ അതിന്റെ വേഗത വീണ്ടും കം ഹോ ഗയി थी, കുറഞ്ഞിരുന്നു. ധീരെ ധീരെ വൃദ്ധാക്കി ആഖോം കി ജ്യോതി ജാനേ ലഗി. പെട്ടെന്ന് ധീരെ പതുക്കെ, ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ വൃദ്ധ, ആ വയസ്സായ സ്ത്രീയുടെ, അതായത് നമ്മുടെ ബസ്സിന്റെ ആഖോം കി ജ്യോതി ജാനേ ലഗി. ആഖോം കി ജ്യോതി എന്ന് പറഞ്ഞാൽ കണ്ണുകളുടെ തെളിച്ചം എന്ത് ചെയ്യാൻ തുടങ്ങി? ആഖോം കി ജ്യോതി ജാനേ ലഗി, നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് ഡിമ്മായി തുടങ്ങി. ചാന്ദിനി മേം രാസ്ത ടട്ടോൽക്കർ, ആ ചന്ദ്രന്റെ ആ ഒരു വെളിച്ചത്തിൽ രാസ്ത ടട്ടോൽക്കർ, ആ ഒരു രാസ്ത വഴി തിരഞ്ഞ് ടട്ടോൽന എന്ന് പറഞ്ഞാൽ തിരഞ്ഞു കണ്ടുപിടിക്കുക കേട്ടോ. തിരഞ്ഞ് വഹ്രേ ഗ്രഹീതി, അത് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ആകെ ആ പീച്ചെ സെ കോയി ഗാഡി ആത്തി ദിക്തി തോ വഹ് ഏകദം കിനാരെ എന്ന് പറഞ്ഞാൽ സൈഡിലായിട്ട് കേട്ടോ, അതായത് കരയിൽ ഉദ്ദേശിക്കുന്നത് റോഡ് സൈഡിലായിട്ട് എന്നാണ് കേട്ടോ. ഖടി ഹോ ജാത്തി അവർ കഹത്തി നിക്കൽ ജാവോ ബേട്ടി അപ്നി തോ വഹ് ഉംർ ഹി നഹി രഹി എന്ന് പറയും. എങ്ങനെ? അപ്പോ ധീരെ പതുക്കെ ആ നമ്മുടെ ബസ്സിന്റെ ഹെഡ്ലൈറ്റും മങ്ങി പോയി അല്ലെ, അതായത് ലൈറ്റും പോയി. ഇപ്പൊ വെട്ടവും ഇല്ല. അപ്പൊ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ചാന്ദിനിയുടെ വെട്ടത്തിലാണ് പോകുന്നത് അല്ലെ, ചന്ദ്രന്റെ വെളിച്ചത്തില് അങ്ങനെ വഴി കണ്ടുപിടിച്ച് കീറി മുറിച്ച് ആ വഴികൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇഴഞ്ഞു നീങ്ങുകയാണ് നമ്മുടെ ബസ് അല്ലെ. ആകെ ആ പീച്ചേസേക്കോ ഈ ഗാഡിയാത്തി, മുന്നിന്നോ പുറകിന്നോ ഏതെങ്കിലും വണ്ടികൾ, ഏതെങ്കിലും വെഹിക്കിൾസ് വരികയാണെങ്കിലോ എന്ത് കാണുമ്പോ ആത്തി ദിക്തിത്തോ, ആ വരുന്നത് കാണുകയാണെങ്കിൽ തന്നെ വഹ് ഏകദം കിനാരെ ഖടി ഹോ ജാത്തി, പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്ത് അത്രത്തോളം അങ്ങ് സൈഡ് ചേർത്ത് വണ്ടി ഒതുക്കി നിർത്തും. ഹോ ജാത്തി അവർ വഴി ചേർന്ന് സൈഡോരം ചേർത്ത് വണ്ടി ഒതുക്കും. എന്നിട്ട് പറയണത് എന്തെന്ന് പറയുന്നതാണ് കവി ഇവിടെ സങ്കല്പിച്ചു പറയുന്നത്? നിക്കൽ ജാവോ ബേട്ടി, പൊയ്ക്കോളൂ മകളെ. അപ്നി തോ വഹു ഉംർഹി നഹി രഹി. ഓ എന്റെ ഈ പ്രായം, ഉംർ എന്ന് പറഞ്ഞാൽ പ്രായം, എന്റെ പ്രായം ഇങ്ങനെ സ്പീഡായിട്ടൊന്നും പോകാൻ പറ്റിയ പ്രായമല്ല, എന്റെ ഈ പ്രായമൊക്കെ കഴിഞ്ഞു പോയി എന്ന് നമ്മുടെ ബസ് പറയുമെന്ന് കവിയല്ല ലേഖകൻ ഇവിടെ സങ്കല്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. एक पुलिया के ऊपर पहुंचे ही थे कि एक टायर फिस करके बैठ गया. एक പുലിയ എന്ന് പറഞ്ഞാൽ പുൽ, ബ്രിഡ്ജിനെയാണ് പുലിയ എന്ന് പറയുന്നത് കേട്ടോ, പുൽ. एक पुलिया के ऊपर पहुंचते ही, അതായത് ഒരു ബ്രിഡ്ജിന്റെ മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്കും एक टायर फिस करके बैठ गया, ഒരു ടയർ പൊട്ടി അവിടെ ഇരുന്നു. ബ്രേക്ക് ഡൗൺ ആയല്ലേ, ടയർ പഞ്ചറായി, വണ്ടി അവിടെ നിന്നു. वह बहुत जोर से हिलकर दम गई.
പെട്ടെന്ന് ടയർ പഞ്ചർ ആവുമ്പോഴത്തേക്കും വണ്ടി എന്ത് ചെയ്തു, നന്നായിട്ട് ഭയങ്കര ശബ്ദത്തോടു കൂടി തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഹിൽക്കർ അനങ്ങി കുലുങ്ങി വണ്ടി അവിടെ സ്റ്റോപ്പായി. അഗർ സ്പീഡ് മേ ഹോത്തി തോ ഉछलकर നാലേ മേ ഗിർ ജാത്തി. അഗർ സ്പീഡ് മേ ഹോത്തി തോ, അതായത് വണ്ടി വളരെ സ്പീഡിലാണ് പോയിരുന്നെങ്കിൽ, ഉछलकर എന്ന് പറഞ്ഞാൽ തെന്നിമാറി, നാലേ മേ ഗിർ ജാത്തി. ഉछलना എന്ന് പറഞ്ഞാൽ വഴുതി വീഴുക, തെന്നി വീണു പോവുക. നാലേ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് ഇല്ലേ, വാട്ടർ പോകുന്ന, അതായത് ഓട പോലുള്ള ആ ബ്രിഡ്ജിന്റെ അടിയിലുള്ള അതിലേക്ക് എന്ത് ചെയ്യായിരുന്നു, ഗിർജാത്തി വീണു പോകുമായിരുന്നു. मैंने उस कंपनी के हिस्सेदार की तरफ पहली बार श्रद्धा भाव से देखा. ഞാൻ ആ ഹിസ്സേദാറിനെ, ആ കമ്പനിയുടെ ഹിസ്സേദാറിനെ ഒന്ന് ശ്രദ്ധാഭാവത്തോടു കൂടി, അതായത് ഭക്തിഭാവത്തോടു കൂടി ഒന്ന് നോക്കി. വഹ് ടയറോ കി ഹാലത്ത് ജാനത്തെ ഹെ, അയാൾക്ക് ടയറിന്റെ ആ ഒരു ഹാലത്ത് അവസ്ഥ അറിയാമായിരുന്നു. ഫിർ ഭി ജാൻ ഹത്തേലി പർ ലേക്കർ ഇസി ബസ് സെ സഫർ കർ രഹേ ഹെ. എന്നിട്ടും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട്, സ്വന്തം ജീവൻ എന്താ പറയുക, മരണത്തെ ഒട്ടും ഭയക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അയാൾ ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്തു പോകുന്നു. ഉത്സർഗ് കി ആസി ഭാവന, അതായത് ത്യാഗത്തിന്റെ, ഉത്സർഗ് എന്ന് പറഞ്ഞാൽ ത്യാഗം കേട്ടോ, ത്യാഗത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ഭാവന, ഈ ഒരു മനോഭാവം വളരെ ദുർലഭ് എന്ന് പറഞ്ഞാൽ വിരളമായിട്ട് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. സോച്ച, ചിന്തിക്കുകയാണ്, ഇസ് ആദ്മി കെ സാഹസ് ഓർ ബലിദാൻ ഭാവന കാ സഹി ഉപയോഗ നഹി ഹോ രഹി ഹെ. ഈ മനുഷ്യന്റെ ഈ ഒരു സാഹസ്, ധൈര്യത്തിനും അതുപോലെ തന്നെ അയാളുടെ എന്താ പറയുക അർപ്പണ മനോഭാവത്തിനുമുള്ള ശരിയായിട്ടുള്ള അല്ല ഈ ഗുണങ്ങളെ ഉപയോഗിക്കുന്നത്, ഈ ഒരു ബസ്സിലല്ല ഉപയോഗിക്കേണ്ടിയിരുന്നത് എന്നുള്ള മട്ടി പറയുകയാണ്. അയാളുടെ ഈ ഒരു ധൈര്യവും ഈ ഒരു എന്താ പറയുക സ്വയം അർപ്പിക്കാനുള്ള ഈ മനോഭാവവും ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത്. ഇസേ തോ കിസി ക്രാന്തികാരി ആന്തോളൻ കാ നേതാ ഹോനാ ചാഹിയെ. ക്രാന്തികാരി ആന്തോളൻ എന്ന് പറഞ്ഞാൽ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവാകേണ്ട മനുഷ്യനാണ്. കാരണം അത്രത്തോളം സാഹസവും, അതായത് അത്രത്തോളം ധൈര്യവും എന്തു ആയിക്കോട്ടെ എന്നുള്ള ആ ഒരു സ്വയം അർപ്പിക്കാനുള്ള മനോഭാവം ആർക്കുണ്ട്, ആ ഹിസ്സേദാറിനുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് പറയാണ് അയാൾ ഈ ബസ്സിൽ ഉപയോഗിക്കേണ്ട ഗുണങ്ങളല്ല ഇത്, അയാള് ഏതെങ്കിലും ഒരു ക്രാന്തികാരി ആന്തോളന്റെ, അതായത് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവായി മാറേണ്ട ആളാണ്. അഗർ ബസ് നാലേമേം ഗിർപ്പെടുത്തി, അഥവാ ബസ് ആ ഡ്രെയിനേജിൽ ആ വെള്ളത്തിലേക്ക് ആ ഇതിലേക്ക് വീണു പോവുകയായിരുന്നെങ്കിൽ, ഗിർപ്പെടുത്തി और ड्रेन में गिरपड़ती ഹം സബ് മർജാത്തെ തോ, അതിലേക്ക് വീണു, ആ ബ്രിഡ്ജിന്റെ അടിയിലേക്ക്, ബ്രിഡ്ജിൽ നിന്ന് താഴെ വീണ ആ ട്രെയിനിലേക്ക് വീണു പോയി ഇരുന്നു, ഞങ്ങൾ എല്ലാവരും മരണപ്പെട്ടു പോയി എന്ന് വെച്ചോളൂ. അങ്ങനെ മരണപ്പെട്ടിരുന്നെങ്കിൽ ദേവത ബാഹേം പസാരെ ഉസ്കാ ഇന്തുസാർ കർത്ത, ദേവത എന്ത് ചെയ്യുമായിരുന്നു, ഈ ഹിസ്സേദാറിനെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു, വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ആ ദേവത എന്തെന്നാ പറയണേ, കഹത്തെ വഹ് മഹാൻ ആത്മീയ ആരഹാ ഹെ, ആ മഹാനായ വ്യക്തി വരികയാണ്, മനുഷ്യൻ വരികയാണ്. ജിസ്നേക്ക് ടയർ കെ ലിയെ പ്രാൺ ദീ ദിയ, അയാൾ ഒരു ടയറിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. മർ ഗയ, മരണപ്പെട്ടു. പർ ടയർ നഹീം ബദല, മരിച്ചാലും അയാള് ടയർ മാറ്റിയില്ല എന്ന്, അതായത് മർ ഗയ, മരിച്ചു, പക്ഷേ ടയർ നഹീം ബദല, ടയർ അയാള് മാറ്റിയില്ല എന്ന് പറയുമായിരിക്കും. ആര്, ദേവത എന്നാണ് ലേഖകൻ ഇവിടെ സങ്കല്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൂസറാ കിസ്സ ടയർ ലഗാകർ ബസ് ഫിർ ചലി. രണ്ടാമത്തെ, അതായത് നമ്മളെ എല്ലാ വണ്ടിയിലും ഒരു സ്പെയർ കാണുമല്ലോ, ആ അടുത്ത ടയറിനെ എടുത്ത് വെച്ച് നമ്മളെ വണ്ടി വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങി. अब हमने वक्त पर पन्ना पहुंचने की उम्मीद छोड़ दी थी. ഞങ്ങളിപ്പോ സമയത്ത് തന്നെ പന്നയിൽ എത്തിച്ചേരാം എന്നുള്ള ഞങ്ങളുടെ ആ ഒരു വിശ്വാസം ഞങ്ങൾ കൈവിട്ടിരുന്നു. പന്ന കബീ ഭി പहुंचने की उम्मीद छोड़ दी थी. എപ്പോഴെങ്കിലും എന്താ പറയണ, എപ്പോഴെങ്കിലും നമുക്ക് പന്നയിൽ എത്താം എന്നുള്ള ഒരു വിശ്വാസവും ഞങ്ങള് ഉപേക്ഷിച്ചിരുന്നു. പന്ന ക്യാ കഹീം ഭി കബീ ഭി പहुंचने की उम्मीद छोड़ दी थी. പന്നയിൽ എന്ന് മാത്രമല്ല ഒരിടത്തും ഒരിക്കലും എത്താം എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള പ്രതീക്ഷകളെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു, കൈവിട്ടിരുന്നു. ലഗ്താ ഥാ ജിന്ദഗി സി ബസ് മേ ഗുസർനി ഹെ. തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ലേഖകന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ജിന്ദഗി സി ബസ് പർ ഗുസർനി ഹെ, ഈ ബസ്സിൽ തന്നെ ആ ഒരു ജീവിതം മുഴുവൻ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. और इससे सीधा उस लोग को प्रयाण कर जाना है. इससे सीधा उस लोग को प्रयाण कर जाना है എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോവുക. അതിനെയാണ് ഇങ്ങനെ, ഇതൊരു മുഹാവരയാണ് കേട്ടോ. അപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, ഈ ബസ്സിൽ തന്നെ യാത്ര മുഴുവൻ ചെയ്ത് ഇങ്ങനെ തന്നെ സ്വന്തം ജീവിതം മുഴുവൻ ഈ ബസ്സിൽ അവസാനിപ്പിച്ച് അതോടൊപ്പം മരണവും ഈ ബസ്സിന്റെ ഭാഗമായി തന്നെ നടക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ്, തോന്നലാണ് ലേഖകനും കൂട്ടുകാർക്കും
കൂട്ടുകാർക്കും ഉള്ളത്. ഇസ് പൃഥ്വി ഊപ്പർ ഉസ്കി കോയി മൻസിൽ നഹി ഹൈ. ഈ ബസ്സിന് ഈ ഒരു ഭൂമിയിൽ ഒരു മനസ്സിൽ ഒരു ലക്ഷ്യവുമില്ല. ഹമാരി ബേതാബി, ബേതാബി എന്ന് പറഞ്ഞാൽ ബേച്ചൈനി കേട്ടോ, അതായത് അപ്പോഴത്തെ ആ ഒരു പേടിയും ആ ഒരു ചിന്ത അതൊക്കെ ബേച്ചൈനി. തനാവ്, തനാവ് എന്ന് പറഞ്ഞാൽ പിരിമുറുക്കം, ടെൻഷൻ, അതൊക്കെ ഖത്തം ഹോഗ്യ, എല്ലാം ഒരു തരത്തില് അവസാനിച്ചു. കാരണം എങ്ങും എത്തത്തില്ല, അതായത് എങ്ങും എത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലെത്തിയല്ലേ. ഉള്ള പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചപ്പോ അവർ എന്ത് ചെയ്തു, കൂടുതൽ ടെൻഷനൊക്കെ മാറി. എല്ലാ ടെൻഷനും ഒരുവിധം മാറിക്കിട്ടി. കാരണം എന്തായാലും നടക്കാൻ പോകുന്നത് നടക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നെത്തി. ഹംബടെ ഇത്മിനാൻ സേ ഘർ കി തര ബൈഠ് ഗേ. ഞങ്ങൾ വളരെ എന്താ പറയണേ, നിശ്ചിത ഭാവസ എന്ന് പറഞ്ഞാൽ വളരെ നിശ്ചിത ഭാവത്തോടു കൂടി തന്നെ ഞങ്ങള് വീട്ടിലേക്കുള്ള ആ യാത്ര, അതായത് ഘർ കി തര ബൈഠ് ഗേ, വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വണ്ടി, ആ യാത്ര അത് തുടർന്നു. ചിന്താ ജാതി രഹി. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ആ ചിന്തയുണ്ട്, എന്താ പറയണേ, ഞങ്ങള് ആ ഒരു ടെൻഷൻ, ചിന്ത ഞങ്ങളുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമോ, എത്തിച്ചേരാൻ സാധിക്കുമോ എന്നുള്ളതുണ്ട്, ഇല്ല എന്നല്ല. ഹസി മസാഖ് ചാലു ഹോഗി, അതും മനസ്സിലുണ്ട്. എന്നാലും ഹസി മസാഖ്, ചിരിയും മസാഖ് തമാശയും എല്ലാം അവിടെ ചാലു ഹോഗി, തുടങ്ങി. ഞങ്ങൾ അതെല്ലാമായിട്ട് എല്ലാവരും കാര്യങ്ങളും വർത്തമാനങ്ങളും സംസാരിച്ച് സന്തോഷമായിട്ട് കോമഡിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീക്കി എന്നാണ് പറഞ്ഞിവിടെ ലേഖകൻ ഇവിടെ ഈ ഒരു യാത്രാ വൃത്താന്തം, ഈ ഒരു യാത്രാ വിവരണം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു നല്ലൊരു യാത്രാ വിവരണമാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു യാത്രാ വിവരണമാണ്. കുറച്ച് വ്യംഗ്യ ശൈലിയിലുള്ളത്, നമുക്ക് എല്ലാവർക്കും കുറച്ച് എന്താ പറയുക, കുറച്ച് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു യാത്രാ വിവരണമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൽ, എന്നാൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. മറ്റു കുട്ടികൾക്കോ ഫ്രണ്ട്സിനോ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്